പറഞ്ഞു നിർത്തിയത് ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണല്ലോ. എക്സാക്ട്ലി എന്താണ് നമ്മൾ +1 കഴിഞ്ഞ് ഒരു കുട്ടി നിൽക്കുമ്പം അവർക്ക് ഏതൊക്കെ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ഒരു പ്രൊഫഷനിലേക്ക് അവർക്ക് പോവാം? യെസ് മാം, ഇന്ന് നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിന് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഊഹിക്കാവുന്നതിലും അധികമാണ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൻ്റെ കരിയർ ഓപ്ഷൻ. മുൻപൊക്കെ നമ്മൾ ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, ഒന്ന് ടീച്ചർ അല്ലെങ്കിൽ സിവിൽ സർവൻസ്. ബട്ട് ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ എന്തോരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ജേർണലിസ്റ്റ്, സ്ക്രിപ്റ്റ് റൈറ്റർ, ആങ്കർ, കണ്ടന്റ് ക്രിയേറ്റർ, ഇതെല്ലാം ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇനി വേറെ നമ്മളൊരു ബിസിനസ് സെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, സ്ട്രാറ്റജിക് അനലിസ്റ്റ്, പോളിസി മേക്കേഴ്സ്, ഇതൊക്കെ ഹ്യൂമാനിറ്റീസുകാർക്കും കൂടെ വരാൻ പറ്റുന്ന ഒരു ഏരിയാസ് ആണ്. ഇനി നമ്മുടെ IAS, IFS, IRS, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള ശ്രീജ IFS, അവർ നമുക്ക് സ്കോർ ചെയ്തിരിക്കുന്നത് 57th റാങ്കാണ്. അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് IFS ആണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലാണ് അതിനൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്.